സങ്കീർത്തനങ്ങൾ 116 അധ്യായം 12-13 വചനങ്ങൾ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തകൻ ചോദിക്കുകയാണ്, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? പകരം കൊടുക്കാനാവാത്ത വിധത്തിൽ, ആ കടം നികത്താനാവാത്ത വിധത്തിൽ അത്രമാത്രം സ്നേഹം എൻ്റെ ജീവിതത്തിൽ സ്വർഗം സമ്മാനിച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തകൻ അടിവരയിടുകയാണ്. എൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്, അത്രമാത്രം സ്നേഹം എൻ്റെ മേൽ വീണിട്ടുണ്ട്. ആ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് തൂക്കം നോക്കിയാൽ എങ്ങനെ ഞാൻ പകരം കൊടുക്കും? ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത്രമാത്രം എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. രക്ഷയുടെ പാനപാത്രം എടുത്ത് അവനെ സ്തോത്രം ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ സ്തോത്ര അനുഭവങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കാതെ ജീവിതം മുൻപോട്ട് നയിക്കരുത്. ഒരു തിരിഞ്ഞു നോട്ടം ജീവിതത്തിൽ നല്ലതാണ്. നടന്ന വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് ഉത്തമമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ഒരു നിഴലും വഴി നടത്തിയ വഴികളും. ആ വഴികളിലെല്ലാം സ്വർഗത്തിൻ്റെ സ്പർശനവും കരുതലും നീ അനുഭവിച്ചിട്ടുള്ളതാ. മറവി എന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരരുത്. കാരണം കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് എപ്രകാരം എത്ര നാളിങ്ങനെ മുൻപോട്ട് പോകും? സ്നേഹത്തിൻ്റെ ഡിക്ഷണറി തുറന്നാൽ നിൻ്റെ പേര് അവിടെ എഴുതി ചേർത്തിട്ടുണ്ട് എന്നത് സത്യമല്ലേ? ഒരുപാട് സ്നേഹം എൻ്റെ മേൽ വാരി ചൊരിഞ്ഞിട്ടുണ്ട് ദൈവം. പകരമായി പാനപാത്രമെടുത്ത് ഞാൻ സ്തോത്രം ചെയ്യും. സ്നേഹമുള്ള മക്കളെ, ആ സ്തോത്ര അനുഭവത്തിലേക്ക് നമുക്ക് വളരാം. ആമേൻ.